നമസ്കാരം. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ 19 ആണ്. പ്രൊട്ടക്ഷൻ ഓഫ് 6 റൈറ്റ്സ് റിഗാർഡിംഗ് ഫ്രീഡം. സ്വാതന്ത്ര്യത്തെ സംബന്ധിക്കുന്ന 6 അവകാശങ്ങളാണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയുള്ളവ സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള മൗലിക അവകാശങ്ങളാണ്. ആർട്ടിക്കിൾ 19 അതിൽ ഉൾപ്പെടുന്ന അവകാശമാണ്. ഇനി എന്തൊക്കെയാണ് ആർട്ടിക്കിൾ 19 പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ആർട്ടിക്കിൾ 19 പ്രൊട്ടക്ഷൻ ഓഫ് 6 റൈറ്റ്സ്. ആർട്ടിക്കിൾ 19 ഗ്യാരണ്ടീസ് ടു ഓൾ സിറ്റിസൺസ് ദ 6 റൈറ്റ്സ്. സംസാര സ്വാതന്ത്ര്യം തുടങ്ങിയ ചില അവകാശങ്ങളുടെ സംരക്ഷണമാണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത്. 6 അവകാശങ്ങളുടെ സംരക്ഷണമാണ് ഈ ആർട്ടിക്കിളിൽ ഉള്ളത്. ഈ അവകാശങ്ങളെല്ലാം തന്നെ രാജ്യത്തെ പൗരന്മാർക്ക് മാത്രമേ ലഭ്യമാകുകയുള്ളൂ. അതായത് ആർട്ടിക്കിൾ 19 പറഞ്ഞിരിക്കുന്ന അവകാശങ്ങളൊന്നും വിദേശ പൗരന്മാർക്കോ അല്ലെങ്കിൽ ലീഗൽ പേഴ്സൺസ്, കമ്പനി, കോർപ്പറേഷൻസ് തുടങ്ങിയവയ്ക്കൊന്നും ലഭ്യമല്ല. ഇനി നമുക്ക് ആ 6 അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. സംസാരത്തിനും ആശയപ്രകടനത്തിനും ഉള്ള സ്വാതന്ത്ര്യം. 2. റൈറ്റ് ടു അസംബിൾ പീസബിളി ആൻഡ് വിത്തൗട്ട് ആംസ്. സമാധാനപരമായും ആയുധങ്ങൾ കൂടാതെയും സമ്മേളിക്കുവാനുള്ള അവകാശം. 3. റൈറ്റ് ടു ഫോം അസോസിയേഷൻസ് ഓർ യൂണിയൻസ് ഓർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. സമാജങ്ങളോ യൂണിയനുകളോ രൂപീകരിക്കുവാനുള്ള അവകാശം. 4. റൈറ്റ് ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഭാരതത്തിൻ്റെ ഭൂപ്രദേശത്ത് എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുവാനുള്ള അവകാശം. 5. റൈറ്റ് ടു റെസൈഡ് ആൻഡ് സെറ്റിൽ ഇൻ എനി പാർട്ട് ഓഫ് ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഭാരതത്തിൻ്റെ ഭൂപ്രദേശത്ത് ഏതു ഭാഗത്തും താമസിക്കുവാനും സ്ഥിരവാസമാക്കുവാനുമുള്ള അവകാശം. 6. റൈറ്റ് ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ ഓർ ടു ക്യാരി ഓൺ എനി ഒക്കുപ്പേഷൻ, ട്രേഡ് ഓർ ബിസിനസ്. ഏതെങ്കിലും വൃത്തിയിൽ ഏർപ്പെടുകയോ ഏതെങ്കിലും തൊഴിലോ വ്യാപാരമോ ബിസിനസ്സോ നടത്തുകയോ ചെയ്യുവാനുള്ള അവകാശം. ഇത്രയുമാണ് ആർട്ടിക്കിൾ 19 പ്രകാരം സംരക്ഷിച്ചിട്ടുള്ള 6 അവകാശങ്ങൾ. ഇവയാറും ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ ലഭ്യമാവുകയുള്ളൂ. ശരിക്കും ആർട്ടിക്കിൾ 19 7 അവകാശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. റൈറ്റ് ടു അക്വയർ, ഹോൾഡ് ആൻഡ് ഡിസ്പോസ് ഓഫ് പ്രോപ്പർട്ടി എന്നൊരു അവകാശം കൂടെ ആർട്ടിക്കിൾ 19 ഉണ്ടായിരുന്നു. അതായത് വസ്തുവകകൾ വാങ്ങുവാനും നിലനിർത്തുവാനും വിൽക്കുവാനും ഉള്ള അവകാശങ്ങളും ആർട്ടിക്കിൾ 19 ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. എന്നാൽ 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ അവകാശം എടുത്തു കളഞ്ഞു. ഭൂപരിഷ്കരണ നിയമങ്ങളൊക്കെ ശരിയായ വിധത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് എടുത്തു കളഞ്ഞത്. ബട്ട് ഒരു കാര്യം ഓർക്കണം, ഈ അവകാശങ്ങളൊന്നും അബ്സല്യൂട്ടായ അവകാശങ്ങളല്ല. അതായത് റീസണബിളായ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഈ അവകാശങ്ങൾക്ക് ഏർപ്പെടുത്തുവാൻ സാധിക്കും. ഇനി നമുക്ക് ഈ മുകളിൽ പറഞ്ഞ ഓരോ അവകാശങ്ങളെയും അല്പം ഡീറ്റെയിലായി തന്നെ നോക്കാം. 1. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള അവകാശം. It implies that every citizen has the right to express his views, opinions, beliefs and convictions freely by word of mouth, writing, printing, picturing or in any other manner. ഇതുപ്രകാരം ഒരു പൗരന് തൻ്റെ കാഴ്ചപ്പാടുകൾ, അഭിപ്രായങ്ങൾ, വിശ്വാസങ്ങൾ തുടങ്ങിയവ സംസാരത്തിലൂടെയോ എഴുത്തിലൂടെയോ പ്രിന്റിങ്ങിലൂടെയോ ചിത്രരചനയിലൂടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാധ്യമത്തിലൂടെയോ സ്വതന്ത്രമായി തന്നെ പ്രകടിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഈയൊരു വ്യവസ്ഥയ്ക്ക് കേവലം ആശയപ്രകടനത്തിനപ്പുറം വലിയ പ്രാധാന്യമാണ് ഉള്ളത്. വിവിധ സുപ്രീം കോടതി വിധികൾ പ്രകാരം ഈ വ്യവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം വൈഡ് ആണ് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഈ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നതെന്ന് നോക്കാം. ദ സുപ്രീം കോർട്ട് ഹെൽഡ് ദാറ്റ് ദ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്. വിവിധ സുപ്രീം കോടതി ഉത്തരവുകൾ പ്രകാരം ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നതിൽ താഴെ കാണുന്നവ കൂടി ഉൾപ്പെടും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. A. Right to propagate one's views as well as views of others. സ്വന്തം കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ മറ്റൊരാളുടെ കാഴ്ചപ്പാടുകൾ പ്രചരിപ്പിക്കുവാനുള്ള അവകാശം. B. ഫ്രീഡം ഓഫ് ദി പ്രസ്. മാധ്യമ സ്വാതന്ത്ര്യം. C. ഫ്രീഡം ഓഫ് കൊമേഴ്സ്യൽ അഡ്വർടൈസ്മെൻറ്റ്സ്. വാണിജ്യ പരസ്യങ്ങൾ ചെയ്യാനുള്ള അവകാശം. D. റൈറ്റ് അഗെയിൻസ്റ്റ് ടാപ്പിംഗ് ഓഫ് ടെലിഫോണിക് കോൺവെർസേഷൻ. ഫോൺ ചോർത്തുന്നതിനെതിരെയുള്ള അവകാശം. E. റൈറ്റ് ടു ടെലികാസ്റ്റ്. ദാറ്റ് ഈസ് ഗവൺമെൻറ് ഹാസ് നോ മോണോപ്പൊളി ഓൺ ഇലക്ട്രോണിക് മീഡിയ. പ്രക്ഷേപണം ചെയ്യാനുള്ള അവകാശം. അതായത് ഇലക്ട്രോണിക് മീഡിയയിൽ ഗവൺമെൻറ്റിന് കുത്തക അവകാശം വെക്കുവാൻ സാധിക്കില്ല. F. റൈറ്റ് അഗെയിൻസ്റ്റ് ബന്ദ് കോൾഡ് ബൈ എ പൊളിറ്റിക്കൽ പാർട്ടി ഓർ ഓർഗനൈസേഷൻ.
ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ പ്രഖ്യാപിക്കുന്ന ബന്ദിനെതിരെയുള്ള അവകാശം. ജി. റൈറ്റ് ടു നോ അബൌട്ട് ഗവൺമെൻറ് ആക്ടിവിറ്റീസ്. ഗവൺമെൻറ് പ്രവർത്തനങ്ങളെപ്പറ്റി അറിയാനുള്ള അവകാശം. എച്ച്. ഫ്രീഡം ഓഫ് സൈലൻസ്. സംസാരിക്കാതിരിക്കാനുള്ള അവകാശം. ഐ. റൈറ്റ് അഗെയിൻസ്റ്റ് ഇമ്പോസിഷൻ ഓഫ് പ്രീ സെൻസർഷിപ്പ് ഓൺ എ ന്യൂസ് പേപ്പർ. ന്യൂസ് പേപ്പറുകൾക്ക് പ്രീ സെൻസർഷിപ്പ് ഏർപ്പെടുത്തുന്നതിനെതിരെയുള്ള അവകാശം. ജെ. റൈറ്റ് ടു ഡിമോൺസ്ട്രേഷൻ ഓർ പിക്കറ്റിംഗ് ബട്ട് നോട്ട് റൈറ്റ് ടു സ്ട്രൈക്ക്. പ്രകടനങ്ങൾ നടത്താനും ധർണ നടത്തുവാനുള്ള അവകാശം. പക്ഷേ എന്നാൽ സമരം നടത്തുക എന്നത് ഒരു അവകാശമല്ല. ഇപ്പോൾ പറഞ്ഞവയെല്ലാം ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നതിൻ്റെ വൈഡർ മീനിങ്ങിൽ ഉൾപ്പെടുന്നവയാണ്. ഇവയെല്ലാം വിവിധ സുപ്രീം കോടതിയുടെ വിധികൾ പ്രകാരം ഉണ്ടായവയാണ്. എന്നാൽ മുമ്പ് പറഞ്ഞതുപോലെ ഈ അവകാശങ്ങളൊന്നും ആബ്സല്യൂട്ട് അല്ല. ഇവയ്ക്കെല്ലാം റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്താം. സോവറിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ, സെക്യൂരിറ്റി ഓഫ് ദ സ്റ്റേറ്റ്, ഫ്രണ്ട്ലി റിലേഷൻസ് വിത്ത് ഫോറിൻ സ്റ്റേറ്റ്സ്, പബ്ലിക് ഓർഡർ, ഡീസൻസി ഓർ മൊറാലിറ്റി, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, ഡിഫേമേഷൻ ആൻഡ് ഇൻസൈറ്റ്മെൻറ്റ് ടു ആൻ ഒഫൻസ് തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് ഈ അവകാശത്തിന് റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്താം. അതായത് ഭാരതത്തിൻ്റെ പരമാധികാരം, അഖണ്ഡത, രാഷ്ട്രത്തിൻ്റെ സുരക്ഷിതത്വം, വിദേശ രാഷ്ട്രങ്ങളുമായുള്ള സുഹൃത്ത് ബന്ധം, പൊതുസമാധാനത്തിൻ്റെയോ സഭ്യതയുടെയോ സാൻമാർഗികതയുടെയോ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി കോടതിയെ ലക്ഷ്യം, അപകീർത്തിപരവും കുറ്റത്തിനുള്ള പ്രേരണയായും കണക്കാക്കി തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് റീസണബിളായ റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്താം. 2. ഫ്രീഡം ഓഫ് അസംബ്ലി. ഒത്തുകൂടുവാനുള്ള അവകാശം. എവറി സിറ്റിസൺ ഹാസ് ദ റൈറ്റ് ടു അസംബിൾ പീസ്ഫുള്ളി ആൻഡ് വിത്തൗട്ട് ആംസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ റൈറ്റ് ടു ഹോൾഡ് പബ്ലിക് മീറ്റിംഗ്സ്, ഡെമോൺസ്ട്രേഷൻസ് ആൻഡ് ടേക്ക് ഔട്ട് പ്രൊസഷൻസ്. ഈ വ്യവസ്ഥ പ്രകാരം എല്ലാ പൗരന്മാർക്കും സമാധാനപരമായും ആയുധങ്ങൾ കൂടാതെയും സമ്മേളിക്കുവാനുള്ള അവകാശം ലഭിക്കുന്നു. അതോടൊപ്പം പബ്ലിക് മീറ്റിങ്ങുകൾ കൂടാനും പ്രകടനങ്ങളും ജാഥകളും നടത്തുവാനുള്ള അവകാശവും ലഭിക്കുന്നു. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഒത്തുകൂടുന്നതൊക്കെ പൊതു സ്ഥലങ്ങളിലായിരിക്കണം. അതോടൊപ്പം സമാധാനപരവും ആയുധങ്ങൾ ഇല്ലാതെയും ആകണം. പ്രകടനങ്ങൾ നടത്താനും ജാഥകൾ നടത്തുവാനുള്ള അവകാശം ലഭിക്കുന്നുണ്ടെങ്കിലും സമരം ചെയ്യുവാനുള്ള അവകാശം ഇല്ല. 2 കാരണങ്ങൾ കൊണ്ട് ഗവൺമെൻറ്റിന് ഇതിന് റീസണബിളായ റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്താൻ സാധിക്കും. സോവറിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ ആൻഡ് പബ്ലിക് ഓർഡർ. രാജ്യത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ, അതോടൊപ്പം പൊതുസമാധാനം കാത്തുസൂക്ഷിക്കുവാനും. ഈ റെസ്ട്രിക്ഷൻസ് എല്ലാം നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ CRPSലും IPCയിലും ഒക്കെ വിവിധ വകുപ്പുകളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ കേട്ടിട്ടുണ്ട് കളക്ടർ 144 പ്രഖ്യാപിച്ചു എന്നൊക്കെ. അതായത് ആൾക്കാർ കൂട്ടം കൂടുന്നതൊക്കെ തടയാൻ വേണ്ടിയാണ് ഈ 144 പോലെയുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 3. ഫ്രീഡം ഓഫ് അസോസിയേഷൻ. ഓൾ സിറ്റിസൺസ് ഹാവ് ദ റൈറ്റ് ടു ഫോം അസോസിയേഷൻസ് ഓർ യൂണിയൻസ് ഓർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സമാജങ്ങളോ യൂണിയനുകളോ രൂപീകരിക്കുവാനുള്ള അവകാശം ഉണ്ട്. ഈ അസോസിയേഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ പൊളിറ്റിക്കൽ പാർട്ടീസ്, കമ്പനീസ്, സൊസൈറ്റീസ്, ക്ലബ്ബുകൾ, ഓർഗനൈസേഷൻസ്, ട്രേഡ് യൂണിയൻസ് തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുന്നതാണ്. ഇവയെല്ലാം രൂപീകരിക്കുവാനുള്ള അവകാശം ഈ വ്യവസ്ഥയിൽ നൽകുന്നു. ഈ അവകാശത്തിനും ആവശ്യമായ റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തുവാൻ സാധിക്കും. സോവറിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ, പബ്ലിക് ഓർഡർ ആൻഡ് മൊറാലിറ്റി തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് ഈ അവകാശത്തിന് റെസ്ട്രിക്ഷൻസ് വെക്കാം. അതായത് രാജ്യത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും അതോടൊപ്പം പൊതുസമാധാനത്തിൻ്റെയും പേരിൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താം. 4. ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം. ദിസ് ഫ്രീഡം എൻറ്റൈറ്റിൽസ് എവരി സിറ്റിസൺ ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ദി കൺട്രി. ഭാരതത്തിൻ്റെ ഭൂപ്രദേശത്ത് എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുവാനുള്ള അവകാശമാണ് ഈ വ്യവസ്ഥയിലൂടെ ലഭിക്കുന്നത്. രാജ്യത്തിൻ്റെ അകത്തുള്ള സ്ഥലങ്ങളിൽ, അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റു സ്റ്റേറ്റിലോട്ട് ഒക്കെ സഞ്ചരിക്കാനുള്ള അവകാശമാണ് ഈ വ്യവസ്ഥയിലൂടെ ലഭിക്കുന്നത്. അതായത് രാജ്യത്തിനകത്തുള്ള ഏത് സ്ഥലങ്ങളിലേക്കും സ്വതന്ത്രമായി സഞ്ചരിക്കുവാൻ സാധിക്കും. ഈ വ്യവസ്ഥയ്ക്ക് പ്രധാനമായും 2 റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ നിയന്ത്രണങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ദ ഇൻട്രസ്റ്റ് ഓഫ് ജനറൽ പബ്ലിക് ആൻഡ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് എനി ഷെഡ്യൂൾഡ് ട്രൈബ്. അതായത് പൊതുജന താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പട്ടിക ഗോത്രവർഗത്തിൻ്റെ താൽപ്പര്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയോ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ സാധിക്കും. ഇനി അടുത്ത അവകാശം നോക്കാം. 5. ഫ്രീഡം ഓഫ് റെസിഡൻസ്. എവരി സിറ്റിസൺ ഹാസ് ദ റൈറ്റ് ടു റിസൈഡ് ആൻഡ് സെറ്റിൽ ഇൻ എനി പാർട്ട് ഓഫ് ദി ടെറിട്ടറി ഓഫ് ദി കൺട്രി. ഭാരതത്തിൻ്റെ ഭൂപ്രദേശത്ത് ഏതു ഭാഗത്തും താമസിക്കുവാനും സ്ഥിരവാസമാക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഇതിലൂടെ ലഭിക്കുന്നു. അതായത് രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് താൽക്കാലികമായി താമസിക്കാനോ അല്ലെങ്കിൽ അവിടെ സ്ഥിരതാമസമാക്കുവാനോ ഉള്ള അവകാശം ഈ വ്യവസ്ഥയിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഈ അവകാശത്തിനും റീസണബിളായ റെസ്ട്രിക്ഷൻസ് ഉണ്ട്.
ഇൻട്രസ്റ്റ് ഓഫ് ജനറൽ പബ്ലിക് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് എനി ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് റീസണബിളായ റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്താം. അതായത് പൊതുജന താല്പര്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പട്ടിക ഗോത്രവർഗത്തിൻ്റെ താല്പര്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയോ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താം. പട്ടിക ഗോത്രവർഗ വിഭാഗത്തിൻ്റെ തനതായ സംസ്കാരമെല്ലാം നിലനിർത്തുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു വ്യവസ്ഥ വച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ആറാമത്തെ അവകാശത്തെപ്പറ്റി നോക്കാം. 6. Freedom of profession. All citizens are given the right to practice any profession or to carry on any occupation, trade or business. ഏതെങ്കിലും വൃത്തിയിൽ ഏർപ്പെടുകയോ ഏതെങ്കിലും തൊഴിലോ വ്യാപാരമോ ബിസിനസ്സോ നടത്തുകയോ ചെയ്യാനുള്ള അവകാശം ഈ വ്യവസ്ഥയിലൂടെ രാജ്യത്തെ പൗരന്മാർക്ക് ലഭിക്കുന്നു. ഈ വ്യവസ്ഥയും വളരെയധികം വൈഡാണ്. കാരണം ഒരു പൗരൻ്റെ ജീവനമാർഗങ്ങൾ തേടാനുള്ള അവകാശത്തെ സംരക്ഷിക്കുന്നു. ഒരു പൗരന് ഇഷ്ടപ്പെട്ട ജോലി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഈ വ്യവസ്ഥയിലൂടെ ലഭിക്കുന്നത്. എന്നാൽ ചില നിയന്ത്രണങ്ങളൊക്കെ ഇതിലും കൊണ്ടുവരുവാൻ സാധിക്കും. ഉദാഹരണത്തിന് ക്വാളിഫിക്കേഷൻസ് വെക്കുവാൻ പറ്റും. ഏതെങ്കിലും തൊഴിലോ വ്യാപാരമോ ബിസിനസ്സോ ഒക്കെ നടത്തുന്നതിന് തൊഴിൽ സംബന്ധമായോ അല്ലെങ്കിൽ സാങ്കേതികമോ ആയ യോഗ്യതകൾ വേണമെന്ന് നിഷ്കർഷിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് മെഡിക്കൽ സയൻസ് ഒന്നും പഠിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിക്ക് ഡോക്ടർ ഒന്നും ആകാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള യോഗ്യതകൾ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. രണ്ടാമത്തെ നിയന്ത്രണം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ഏതെങ്കിലും ബിസിനസ്സോ വ്യവസായമോ നടത്തുന്നതിന് കുത്തക അവകാശം വെക്കുവാൻ സാധിക്കും. അതായത് രാഷ്ട്രമോ രാഷ്ട്രത്തിൻ്റെ ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലോ ഉള്ള ഒരു കോർപ്പറേഷനോ ഏതെങ്കിലും വ്യാപാരമോ ബിസിനസ്സോ വ്യവസായമോ സർവീസോ നടത്തുന്നതിന് വേണ്ടി ഏതെങ്കിലും പൗരന്മാരെ മുഴുവനായോ ഭാഗികമായോ ഒഴിവാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് നാളെ ഗവൺമെൻറ് തീരുമാനിക്കുകയാണ് പബ്ലിക് ട്രാൻസ്പോർട്ട്, അതായത് നിരത്തിലോടുന്ന ബസ്സുകളെല്ലാം ഗവൺമെൻറ് ബസ്സുകൾ മാത്രമേ പാടുള്ളൂ. അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമില്ല. ഗവൺമെൻറ്റിന് കുത്തക അവകാശം വെക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഈ രണ്ട് റെസ്ട്രിക്ഷൻസാണ് പ്രധാനമായും ഈ വ്യവസ്ഥയിൽ ഉള്ളത്. അങ്ങനെ നമ്മൾ 6 സ്വാതന്ത്ര്യങ്ങളും അവയുടെ റെസ്ട്രിക്ഷൻസും എല്ലാം വിശദമായി തന്നെ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇവയെല്ലാം ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 19. ഈ പാർട്ട് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. കൂടുതൽ വീഡിയോകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.